SYS എറണാകുളം ജില്ലാ ആദർശ സമ്മേളനം കളമശ്ശേരിയിൽ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനും വികല ആശയ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും SYS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ES ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്, ഈ സമൂഹത്തെ രക്ഷിച്ചത് സമസ്തയാണ്. സമസ്ത എന്നും നിലകൊള്ളുന്നത് ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് പറയാം, വിശ്വസിക്കാം. സമസ്ത അതിന്റെ ആദർശത്തിൽ നാളിതുവരെ വെള്ളം ചേർത്തിട്ടില്ല, മായം ചേർത്തിട്ടില്ല എന്നുള്ളത്. ഒരുപാട് വലിയ വലിയ ആളുകൾ ഇതിനോട് സലാം പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരുടെ ഗുരുവന്യരായിട്ടുള്ള ഒരു പേര് ബഹുമാനപൂർവ്വം പറയുന്നില്ല. ചില വിഷയങ്ങളിൽ സംസ്ഥയുടെ നിലപാടുമായി യോജിക്കാത്തതുകൊണ്ട് കേരളം കണ്ട മഹാപ്രതിഭകളായിട്ടുള്ള ആളുകൾ, വലിയ ഗുരുനാഥന്മാർ പോലും ഈ സംഘടനയുമായി പിണങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് സംഘടനയും അതിൻ്റെ ആദർശവുമാണ് വലുത്, വ്യക്തികളല്ല വലുത്. അതുകൊണ്ട് സമസ്തയ്ക്ക് ഒരുപാട് ആളുകളുമായി പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും സമസ്ത ആരൊക്കെ പിണങ്ങിപ്പോയാലും, ആരൊക്കെ പുറംതിരിഞ്ഞു നിന്നാലും അതിൻ്റെ ജൈത്രയാത്ര അഥവാ ആദർശത്തിലുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും തുടരുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തികളെ അവർക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ നൽകുന്നതിൽ ഒരു പിശുക്കും കാണിക്കാനില്ല. സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഓൺലൈനായി ഉദ്ഘാടന സന്ദേശം നൽകി. കേന്ദ്ര മുഷാവറ അംഗം IB ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് NK മുഹമ്മദ് ഫൈസി പതാക ഉയർത്തി. മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഹാരി, ഷറഫുദ്ദീൻ തങ്ങൾ ഫൈസി, ഷഫീഖ് തങ്ങൾ ഫൈസി അൽ ഹൈറൂസി എന്നിവർ നേതൃത്വം നൽകി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ സലാം ബാഗവി വടക്കേക്കാട്, SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ, SNEC ഡയറക്ടർ മുജ്തബ ഫൈസി ആനക്കര എന്നിവർ വിഷയാവതരണം നടത്തി. ഈ സമസ്ത കേരള തള്ളിപ്പറഞ്ഞ ഒരുപാട് പ്രസ്ഥാനങ്ങളും വ്യക്തികളും കേരളത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കിടക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തള്ളിപ്പറഞ്ഞ ഒരുപാട് പ്രസ്ഥാനങ്ങളും വ്യക്തികളും ആശയങ്ങളും ഒക്കെ ഇവിടുത്തെ ചവറ്റുകൊട്ടകളിൽ അന്തിയുറങ്ങുന്നുണ്ട്. അതിന്റെ പുറകെ സഞ്ചരിക്കാനാണ് ഇത്തരം ആളുകൾക്കും ദൗർഭാഗ്യം ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഭയെ കാണുന്ന സമീപന രീതി എന്താണ്? വളരെ മോശമായ ഇത്തരം സമീപനങ്ങൾ. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതി മധ്യസ്ഥന്മാർ രംഗത്തിറങ്ങി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പരിശുദ്ധമായ ദീൻ ഈ സമൂഹത്തിന് മുൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസകൾ മുതൽ ദർസുകൾ മുതൽ അറബിക് കോളേജുകൾ മുതൽ ഈ ദീനി വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ മാത്രം ഉയർന്നു വന്ന മറ്റൊന്നിന്റെയുമല്ല. വളരെ ഉത്തരവാദിത്തബോധത്തോടു കൂടി ഞാൻ പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലല്ലാതെ മറ്റൊന്നിന്റെയും പേരിലല്ല ആ പ്രസ്ഥാന സംവിധാനം ഉയർന്നു വന്നത്. എന്നിട്ട് അങ്ങനെ ഉയർന്നും വളർന്നും വന്ന് അത്യാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും സംവിധാനങ്ങളും ബിരുദാരികളൊക്കെ പുറത്തു വന്നപ്പോ ആരും അറിയാതെ തന്ത്രപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം അതിന്റെ നിയമാവലി ഭേദഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മലയാളത്തിൽ പ്രയോഗിക്കേണ്ട ഭാഷ? അത് സംഭവിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല, അത് സംഭവിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല. ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്ന ആൾ പറയുന്ന പ്രയോഗം എന്താണ്? ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇതിന്റെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് അതിന്റെ ജനബോഡിയാണ്. അതിന്റെ ജനബോഡി ആരുടെ കീഴിലാണ്? ആരുടെയും കീഴിലല്ല. കാരണം എന്താണ്? അതിന്റെ ഉത്തരവാദിത്ത ബോഡി അതിന്റെ ജനബോഡിയാണ്. അവിടെ സമസ്തക്ക് റൈറ്റ് ഇല്ല. നിങ്ങൾ ആലോചിക്കണം. ഇത് കൊടും ചതി എന്നല്ല പറയാ. നിങ്ങളുടെ ആരോഗ്യം മുനമ്പം കയ്യേറ്റം ചർച്ച കൊടുക്കുന്ന കാലാണ്. അതേപോലെ കയ്യേറ്റല്ലേ ഇവിടെ നടന്നത്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിന്റെ തണലിലും മേൽവിലാസത്തിലും വളർന്ന് പന്തലിച്ച് ആളും അർത്ഥവും സംവിധാനങ്ങൾക്കുമായി മാറിയുമ്പോ ആ സംഘടനയോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുക, അതിന്റെ ഭരണഘടന ഭേദം ചെയ്തിട്ട് അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു റൈറ്റുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. എങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മാനിക്കുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അകന്നു നിന്നെങ്കിലും ഈ പ്രസ്ഥാനം മഹത്തായ ഒരു സംവിധാനമാണെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സമീപനത്തെ സ്വീകരിക്കാൻ കഴിയുമോ, അംഗീകരിക്കാൻ കഴിയുമോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് വളരെ നിഷേധാത്മകമായ സമീപനം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് വളരെ നിഷേധാത്മകമായ സമീപനം. പക്ഷെ അപ്പോൾ നമ്മുടെ ആദരണീയ ഉസ്താദുമാർ അതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും, സംസാരിച്ച് ശരിയാക്കാം, ഘട്ടം ഘട്ടമായി അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാം. കാരണം ഒരു നല്ല സംവിധാനത്തെ നമ്മളായിട്ട് അതിൽ പ്രയാസം ഉണ്ടാക്കണം. SYS സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ M പരീദ, ജമിയത്തുൽ ഖുതുബ ജില്ലാ പ്രസിഡന്റ് M ഷംസുദ്ദീൻ ഫൈസി, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം, SKSSF ജില്ലാ പ്രസിഡന്റ് ഷാഫി ഫൈസി ഓടക്കാലി, ഖുർആൻ സ്റ്റഡി സെന്റർ ജില്ലാ പ്രസിഡന്റ് MM അബൂബക്കർ ഫൈസി, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TA ബഷീർ, ഉറവ് ജില്ലാ ചെയർമാൻ സിദ്ദീഖ് പെരിങ്ങാല, SKSBV പ്രസിഡന്റ് സുഹൈൽ പറക്കോട്, SYS ജില്ലാ ജനറൽ സെക്രട്ടറി കബീർ മുട്ടം, ട്രഷറർ ബക്കർ പുക്കാട്ട് എന്നിവർ സംസാരിച്ചു. കളമശ്ശേരി മർക്കസ് വനിതാ കോളേജ് ആർട്ട് ഫെസ്റ്റിന്റെ ലോഗോ സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് EK അബ്ദുൽ സലാമും സ്പോർട്സ് മീറ്റിന്റെ ലോഗോ ഉറവ് ജില്ലാ ചെയർമാൻ സിദ്ദീഖ് പെരിങ്ങാലയും നിർവഹിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.